ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് മറിച്ചു നൽകുന്നതിന്റെ തെളിവാണ് മുല്ലശ്ശേരിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുരളി പെരുന്നെല്ലി എംഎൽഎ. ഒപ്പം നിന്ന് പാർട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ചവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനെ തോൽപ്പിച്ചതെന്നും എംഎൽഎ പറഞ്ഞു. എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിച്ചാണ് എൽഡിഎഫ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതെന്ന് എംഎൽഎ പ്രൈം ടിവിയോട് പ്രതികരിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും 127 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് വാർഡ് നഷ്ടപ്പെട്ടത്. ഒന്നിച്ചുനിന്ന് പാർട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ചവരാണ് ആ തോൽവിക്ക് കാരണമെന്ന് എംഎൽഎ ചൂണ്ടിക്കാട്ടി. അന്ന് പാർട്ടിയെ പരാജയപ്പെടുത്തിയവർ ഈ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി പരസ്യമായി രംഗത്തെത്തിയപ്പോൾ കൃത്യമായി നേരിടാനായെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ പണാധിപത്യത്തെ നേരിട്ടാണ് എൽഡിഎഫ് വിജയം നേടിയതെന്നും അവകാശപ്പെട്ടു. പാർട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ടിനെ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അന്ന് ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒരേ സമയം നടന്ന തിരഞ്ഞെടുപ്പിൽ 127 വോട്ട് LDF ലീഡ് ചെയ്ത സ്ഥാനത്താണ് ഗ്രാമവാർഡിൽ ഒരു വോട്ടിന് പരാജയപ്പെട്ടു പോയത്. ഇത്തവണ അതിന് നേതൃത്വം കൊടുത്ത ഒരു സ്വതന്ത്രൻ എന്ന പേരിൽ ഇത്തവണ പരസ്യമായി മത്സരിച്ചപ്പോൾ അതിനെ കൃത്യമായിട്ട് നേരിടാൻ പാർട്ടിക്ക് കഴിയുകയുണ്ടായി. ഇവിടെ സീറ്റ് BJP ജയിക്കുമെന്നുള്ളൊരു പൊതുധാരണയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. കോൺഗ്രസിൻ്റെ വോട്ട് ഇത്തവണ വൻതോതിൽ BJPക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ഇവിടെ കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്.